കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അധികാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അധികാരം നേടാൻ വേണ്ടി ഏത് വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാകും. അതിപ്പോൾ രാജ്യ താല്പര്യം ബലി കഴിപ്പിക്കുകയാണെങ്കിലും അവർക്കതൊന്നും ഒരു പ്രശ്നമല്ല. താൽക്കാലികമായിട്ടുള്ള ലക്ഷ്യം മാത്രമേ കോൺഗ്രസ് പാർട്ടിക്കുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മത തീവ്രവാദ സംഘടനയുമായിട്ട് അധികാരം പങ്കിടാനുള്ള ശ്രമമൊക്കെയാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ മുന്നണിയിൽ എടുക്കണമെന്നുള്ള വലിയ വാദങ്ങളൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യം കേരളത്തിൽ നിൽക്കുമ്പോഴാണ് അസമിൽ, അവിടെയൊക്കെ കുറേ വർഷങ്ങളായിട്ട് ഇത്തരം മതമൗലികവാദ സംഘടനകളുമായിട്ട് ചങ്ങാത്തത്തിലാണ് കോൺഗ്രസ്. അസമിൽ ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ ഇത്രയും വലിയ തോതിൽ സംസ്ഥാനത്ത് എത്തിച്ചതിൽ വലിയൊരു പങ്ക് കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. കാരണം വോട്ട് ബാങ്ക് എന്നുള്ള നിലയിൽ ഓരോ തെരഞ്ഞെടുപ്പിലും അവർക്ക് വേണ്ട സംവിധാനങ്ങളും സൗകര്യം ചെയ്യുന്നു. ഇലീഗൽ മൈഗ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു അനധികൃത കുടിയേറ്റത്തെ കോൺഗ്രസ് വ്യക്തമായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. തരുൺ ഗൊഗോയിൻ്റെ സർക്കാരാണെങ്കിൽ അതിന് മുമ്പൊക്കെ ആസാമിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. ഇപ്പം ഒരു 7-8 ജില്ലകളിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾ, അതായത് മിയ മുസ്ലിങ്ങളാണ് ഭൂരിപക്ഷമായി നിൽക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്ന ഒരു വിവാദത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒക്ടോബർ 27-ാം തീയതിയാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പരിപാടിയിൽ കരീംഗഞ്ച് ജില്ലയിൽ, അതായത് ബംഗ്ലാദേശുമായി ബോർഡർ പങ്കിടുന്ന ഇപ്പോൾ ശ്രീഭൂമി എന്നറിയപ്പെടുന്ന കരീംഗഞ്ച് ജില്ലയിലായിരുന്നു വിവാദമുണ്ടായത്. കോൺഗ്രസ് പാർട്ടിയുടെ, അതായത് സേവാദളിൻ്റെ ഒരു പരിപാടിക്കിടെയാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം, അമർ ഷൊനാർ ബാംഗ്ല എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ബിദു ഭൂഷൺ ദാസ് എന്ന് പറയുന്ന ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ആലപിച്ചത്. അത് വലിയ വിവാദങ്ങൾക്കൊക്കെ തിരികൊളുത്തി BJP ഒക്കെ വമ്പൻ വിമർശനങ്ങളുമായി രംഗത്ത് വന്നു. കാരണം കോൺഗ്രസിൻ്റെ ബംഗ്ലാദേശിനോടുള്ള സ്നേഹം, ബംഗ്ലാദേശിനോടുള്ള താല്പര്യം പുറത്തു വരുന്ന ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളൊക്കെയാണ് വന്നത്. പക്ഷേ ഈ ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു പാളിച്ച കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടും അതിൽ ഒരു തിരുത്തലിന് പാർട്ടി തയ്യാറാകുന്നില്ല. ഗൗരവ് ഗൊഗോയ് ഉൾപ്പെടെ അതിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നിരിക്കുക. ചരിത്രപരമായ വസ്തുതകളുണ്ട്. അമർ ഷോനാർ ബാംഗ്ല എന്ന് പറഞ്ഞാൽ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ ഗാനമാണ്. അത് പിന്നീട് ബംഗ്ലാദേശ് ദേശീയ ഗാനമായിട്ട് മാറ്റിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ യാതൊരു തെറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കോണ്ടസ്റ്റാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ബംഗ്ലാദേശ് പാകിസ്ഥാനുമായിട്ട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിൻ്റെ ഇടക്കാല ഭരണാധികാരി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന മുഹമ്മദ് യൂനസ് പാകിസ്ഥാൻ്റെ ഉന്നത സൈനിക ജനറലിന് ഒരു പുസ്തകം സമ്മാനിച്ചിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേര് ആർട്ട് ഓഫ് ട്രയംഫ് ബംഗ്ലാദേശ് ന്യൂ ഡോൺ എന്നായിരുന്നു. അപ്പോൾ ആ ഒരു പുസ്തകത്തിൻ്റെ കവർ ചിത്രം ഒരു മാപ്പായിരുന്നു. മാപ്പ് എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ മാപ്പാണ്. പക്ഷേ ആ മാപ്പിൽ നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ 7 സ്റ്റേറ്റ്സിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ശരിക്കും പ്രകോപനപരമായ ഒരു നടപടി തന്നെയായിരുന്നു മുഹമ്മദ് യൂനിസിൻ്റെ ഭാഗത്ത് നിന്ന്. ഇപ്പോൾ ഈ ഒരു ഭരണമാറ്റം ഉണ്ടായതിനു ശേഷം, ഷെയ്ഖ് ഹസീന മാറിയതിന് ശേഷം ബംഗ്ലാദേശിൽ ഇപ്പോൾ ഭരിക്കുന്നത് ശരിക്കും ജമാഅത്ത് ഇസ്ലാമിയും മറ്റ് മതമൗലികവാദ സംഘടനകളുമാണ്. ഈ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്നത് വെറും ഒരു കളിപ്പാവ് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്കെതിരെ ഇത്തരം പ്രകോപനങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നുള്ള വാദമൊക്കെ പല ജമാഅത്ത് ഇസ്ലാമി നേതാക്കളും ഉന്നയിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ബംഗാളും അതുകൂടാതെ തന്നെ അസമും ത്രിപുരയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബംഗാളി സംസാരിക്കുന്ന ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശ് രൂപീകരിക്കണമെന്നുള്ള ആവശ്യമൊക്കെ അവർ ഉന്നയിക്കുന്നുണ്ട്. പലപ്പോഴും ഇത്തരം പോസ്റ്റുകളൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ വിവാദങ്ങളിൽ എത്തിച്ചേർന്നിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇത്രയും ടെൻസ്ഡ് ആയുള്ളൊരു സിറ്റുവേഷൻ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ അവിടെ കൃത്യമായിട്ട് അവരുടെ ഫുട് ഹോൾഡ് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കിഴക്കൻ പാകിസ്ഥാനായിട്ട് വീണ്ടും ബംഗ്ലാദേശ് പരിണമിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് വളരെ നിഷ്കളങ്കമായി ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം കോൺഗ്രസ് പരിപാടിക്കിടെ പാടി എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ സാധാരണ ആർക്കും പറ്റില്ല. കാരണം അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. കാരണം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വർഷങ്ങളായിട്ട് അസമിൽ ഈ ബംഗ്ലാദേശി കുടിയേറ്റക്കാരെങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ, അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും അധികാരത്തിലെത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് ഈ മിയ മുസ്ലിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അവരുടെ പാർട്ടിയായ AUDFുമായി മിക്കവാറും കോൺഗ്രസ് സഖ്യത്തിൽ ഏർപ്പെടാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതായത് ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വരിക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. കാരണം ആസാമിലെ ഇൻഡിജീനിയസ് ആയുള്ള ജനങ്ങളുടെ സപ്പോർട്ട് പാർട്ടിക്കില്ല എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ബംഗ്ലാദേശിനോട് ബോർഡർ പങ്കിടുന്ന ഒരുപാട് ജില്ലകളിൽ ഈ ബംഗ്ലാദേശി മിയ മുസ്ലിങ്ങൾ, ആസാമിലെ മിയ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായി മാറിയിട്ടുണ്ട്. 7-8 ജില്ലകളിൽ അവരാണ് ഇപ്പോൾ ഭൂരിപക്ഷമായി നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസ് പാർട്ടിയുടെ ആസൂത്രിതമായുള്ള ശ്രമങ്ങൾ തന്നെയാണ്. കാരണം ഏത് വിധേനയും വോട്ട് നേടുക എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ലക്ഷ്യം. അത് പണ്ട് കാലം മുതലേ 1950 60 ഇതേ സമീപനം തന്നെയാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിരുന്നത്. അസമിൻ്റെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം തന്നെ കോൺഗ്രസിൻ്റെ ഇത്തരം നയങ്ങളാണ്, ഷോർട്ട് സൈറ്റഡ് ആയിട്ടുള്ള ഇത്തരം നയങ്ങളാണ്. പെട്ടെന്ന് തന്നെ വോട്ട് നേടുക, അതിന് ഏത് വിധേനയും എന്ത് അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും കോൺഗ്രസ് പാർട്ടി തയ്യാറാകും. രാജ്യത്തിൻ്റെ താല്പര്യമൊക്കെ അവർക്ക് സെക്കൻഡറി ആണെന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സൂചനയാണ് ഈ ഒരു ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനം ആലപിച്ച സംഭവം. അതിനെ വളരെ നിഷ്കളങ്കമായിട്ടൊന്നും നമുക്കൊരിക്കലും വിലയിരുത്താൻ സാധിക്കില്ല.